ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളിപ്പോൾ കൊരട്ടിപ്പള്ളിക്ക് വന്നിരിക്കുകയാണ്. പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഗൈസ്. നല്ല തിരക്കായിരുന്നു ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ. നമുക്ക് ചാലക്കുടിയിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഈ കൊരട്ടിപ്പള്ളിക്ക് ദൂരം വരുന്നത്. നമ്മൾ പോയി എത്തി ഒരു 5 മിനിറ്റിന് ശേഷം വെടിക്കെട്ട് അങ്ങോട്ട് തുടങ്ങി ഗൈസ്. അടിപൊളിയായിരുന്നു വെടിക്കെട്ടൊക്കെ കാണാൻ. നമ്മൾ വെടിക്കെട്ടൊക്കെ ആസ്വദിക്കുന്നവരാണെങ്കിൽ അടിപൊളിയായി നിന്ന് നമുക്ക് വെടിക്കെട്ടൊക്കെ ആസ്വദിച്ചിട്ട് വരാം. ഇപ്പോൾ ഒരു സൈഡിലേക്ക് മാറി നിന്നു കേട്ടോ ഗേസ്. നല്ല പള്ളിക്കൊരു പ്രത്യേകത കൂടിയുണ്ട് കേസ്. വേളാങ്കണ്ണി പള്ളിക്ക് ശേഷം പരിശുദ്ധ മാതാവിന് ശേഷമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 2ാം സ്ഥാനമാണ് കേട്ടോ നമ്മുടെ കൊരട്ടിപ്പള്ളിക്ക് വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ കൊരട്ടിപ്പള്ളി. വെടിക്കെട്ട് കണ്ട് പേടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പോയത് കവാടത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഗേസ്. നമ്മുടെ മാതാവ് പൂവങ്കൊലയായിട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ ഗേസ്. പൂവങ്കൊല എന്ന് പറയുന്നത് പ്രധാന നേർച്ചയാണ് കേട്ടോ മാതാവിന്. അതായത് ഇതിനൊരു ഐതിഹ്യം തന്നെ ഉണ്ട്. ഒരു വിശ്വാസി ആദ്യമായിട്ടുണ്ടായ ഒരു പൂവങ്കൊല കൊരട്ടിമുത്തിക്ക് നേർച്ചയായി കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ജമ്മി അതിൽ നിന്നും 2 പൂവങ്കായ എടുത്ത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് വിട്ടുമാറാത്ത വയറുവേദനയായിരുന്നു. അത് വൈദ്യനെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ വൈദ്യൻ പറഞ്ഞു, കൊരട്ടിമുത്തിക്ക് തങ്ങളുടെ സ്വത്തിൽ നിന്ന് പകുതി സ്വത്ത് കൊരട്ടിമുത്തിൻ്റെ പേരിൽ എഴുതി കൊടുക്കണം എന്ന് പറയും. വൈദ്യം പറഞ്ഞതുപോലെ പകുതി സ്വത്തും അതുപോലെ തന്നെ സ്വർണം കൊണ്ടുള്ള ഒരു പൂവങ്കായും നേർച്ചയായി മാതാവിന് സമർപ്പിക്കും. അതിനുശേഷം പ്രധാന വഴിപാടായി മാറിയതാണ് പൂവങ്കായ നേർച്ച. എല്ലാ ജാതിക്കാർക്കും നേർച്ച സമർപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മുട്ടുകുത്തിക്കയറൽ, തുലാഭാര എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാന നേർച്ചകളാണ് കേട്ടോ. ആ നേർച്ചകളുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം, അതുപോലെ തന്നെ പാപപശ്ചാത്താപം, സന്താനലബ്ധി, രോഗശമനം, അതിന് എല്ലാത്തിനും സാമ്പത്തികമായിട്ടുള്ള വിജയത്തിനും എല്ലാത്തിനുമായിട്ടാണ് കേട്ടോ ഈ നേർച്ചയൊക്കെ നേരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ കുരിശിൻ്റെ വഴി എല്ലാം 1 മുതൽ 14 വരെയുള്ള കുരിശിൻ്റെ വഴിയും ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ അതിൻ്റെ മേലെയും മാതാവിൻ്റെ ഓരോ ഐതിഹ്യങ്ങളൊക്കെ എഴുതിയിട്ട് മാതാവിൻ്റെ ഓരോ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പോണ വഴിയിൽ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. കേരളത്തിലെ ലൂർദ് എന്നും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് കുരിശിൽ നിന്ന് ഇറക്കിയ കബറിൽ കിടത്തിയിരിക്കുന്ന യേശുവിൻ്റെ രൂപമാണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് രൂപപ്പുരയിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ അവിടെ മാതാവിൻ്റെ രൂപം സൂപ്പറായി അലങ്കരിച്ച് വെച്ചിരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ രൂപപ്പുരയിലൊക്കെയാണ് കേട്ടോ ഇറങ്ങിയത്. രൂപപ്പുരയിൽ പോയി നമ്മൾ യേശുവിൻ്റെ അടുത്ത് അതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു. അടിപൊളിയായിട്ട് മാതാവിനെയും യേശുവിനെയും ഉണ്ണീശോയും മാതാവും എല്ലാ ദൈവങ്ങളിലെയും എല്ലാ രൂപത്തിനെയും നന്നായിട്ട് തന്നെ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു കാണാൻ. ശേഷം പൂവങ്കായ നേർച്ചയായതുകൊണ്ട് തന്നെ പൂവങ്കായ സ്വർണ്ണത്തിലുണ്ടാക്കിയ പൂവങ്കായാണ് കേട്ടോ അതിലാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എല്ലാവർക്കും അതിൽ തൊഴുതി പ്രാർത്ഥിക്കാനും പറ്റി. നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി കേട്ടോ. എല്ലാ രൂപത്തിൻ്റെ അടുത്തും നിന്നിട്ട്
എല്ലാവരുടെയും പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഇറങ്ങി നേർച്ചയാണ് കേട്ടോ. പിന്നെ നേർച്ച വാങ്ങാനായിട്ടാണ് പോയത്. പിന്നെ നേർച്ചയും വാങ്ങിച്ച് നമ്മൾ ഇറങ്ങായി കേട്ടോ. കുട്ടികൾക്കൊക്കെ നേർച്ച കൊടുത്തത് നന്നായി പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഗേസ് കൊടുത്തത്. പിന്നെ നമ്മൾ അവിടെ എല്ലാവരുടെയും ചുറ്റിക്കറങ്ങി കണ്ടു. ഇത് പള്ളിയുടെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്നത് ബാക്കിൽ കൂടെ ആയിരുന്നു ഗൈസ് വന്നത്. ഇതിപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് കൽക്കുരിശുള്ളത്. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ കൽക്കുരിശുണ്ട്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞിനിപ്പോൾ അറിയാലോ, നമ്മളിപ്പോൾ ഈ കളിപ്പാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങണ്ടേ. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ബജ്ജി കഴിച്ചു. പിന്നെ ഒരു വെച്ചിട്ടുണ്ടായി, അതൊന്നും എടുക്കാൻ പറ്റില്ല. അച്ചൂട്ടിന് കഴിക്കാനൊക്കെ കൊടുത്ത ശേഷം നമ്മൾ പിന്നെ പോയത് റോസറി വില്ലേജിലേക്കാണ് കേട്ടോ. റോസറി വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാർക്ക് പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അതിൽ ആദ്യം തന്നെ കാണുന്നത് ഒരു ചെറിയൊരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഇസ്രയേലിൻ്റെ ക്യാൻഡിലുണ്ട്. അതുപോലെ തന്നെ മാതാവിന് ആദ്യത്തെ മാലാഖയുടെ ദർശനം കിട്ടിയ സ്റ്റാച്ചുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ ഈ കുരിശിൻ്റെ വഴി പോകുന്ന സ്റ്റാച്ചുകളും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് എല്ലാ രൂപങ്ങളും അവിടെ സ്റ്റാച്ചുവിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുളം പോലെ കാണുന്നില്ലേ ഗൈസ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം പള്ളി പെരുന്നാളിന് പോകുന്ന സമയത്ത് മീനും വെള്ളമൊക്കെ കുറേ ഉണ്ടായിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ താമരയൊക്കെ ഞങ്ങൾ അന്ന് വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിലൊന്നുമില്ല ഗൈസ്, ഒക്കെ വറ്റിച്ച പോലെ ഉണ്ട്, അതിലൊന്നുമില്ല. അതേപോലെ തന്നെ അടിപൊളിയായി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പള്ളിപ്പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ റോസറി വില്ലേജ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പള്ളീൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. ഇപ്പം നമ്മൾക്കിപ്പോൾ മുട്ടൂത്തി കയറുന്ന നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും മുട്ടൂത്തി കയറി പോണത്. പള്ളീൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ, തിരക്കുണ്ട്. പിന്നെ നമ്മൾ രാത്രിയായിരുന്നു വന്നത്, ഒരു 10 മണി 11 മണിയൊക്കെ. നമ്മൾ വീടെത്തുമ്പോൾ 12 മണിയായിട്ടോ ഗൈസ്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ തന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കൽക്കുരിശൊക്കെ അവിടെയാണ് കേട്ടോ ഉള്ളത്, ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങി കേട്ടോ ഗൈസ്. നമ്മൾ ഈ രാത്രി വന്നതുകൊണ്ട് തന്നെ അങ്ങനെ സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയില്ല. 12 മണിയൊക്കെ ആയില്ലേ. പിന്നെ നമുക്ക് ഈ അവിടെ തന്നെ ആദായ കട എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിലക്കുറവിനൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങാം. പക്ഷെ നമ്മൾ അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും ഗൈസ്. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ മാത്രം വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. ഓക്കെ ഗൈസ്, താങ്ക് യു.